ചൂട് തന്നെയാണ് വിഷയം. പുറത്തിറങ്ങിയാൽ പണി കിട്ടുമെന്നുറപ്പ്. എന്നാലെങ്കിൽ കോഴിക്കോട് തൻ്റെ ഓട്ടോക്ക് മുകളിൽ വൈക്കോൽ വിരിച്ച് ചൂടിനെ പ്രതിരോധിക്കുകയാണ് കാമരാജ്. കഥ മുഴുവൻ പറയുന്നില്ല, നമുക്ക് ഓട്ടോ തന്നെ ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ കാമരാജ് ചേട്ടൻ. ഈ കാണുന്ന പോലെ ഓട്ടോ പുല്ലൊക്കെ വെച്ച് വൈക്കോലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ്, ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് കാമരാജ് ചേട്ടനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഈ വൈക്കോൽ വണ്ടിയുടെ ഒരു രഹസ്യം എന്താ? രഹസ്യം എന്താണെങ്കിൽ ഈ ഗ്രാമത്തിന്റെ സ്റ്റൈലാ. അപ്പോ ഗ്രാമത്തിന്റെ ഓല മെടഞ്ഞത് அப்படின்னு പറഞ്ഞാൽ തണുപ്പുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ കണക്കാക്കി ഇതിന്റെ മുകളിൽ എടുത്ത് ഇട്ടാ എങ്ങനെ ഉണ്ടാവും அப்படின்னு சொல்லி വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താ ഓളയെ മുകളിൽ ഇട്ടിട്ട് മെടഞ്ഞ് ക്ലീനാക്കിയതാ. അപ്പൊ അതിനകത്ത് വെള്ളം ഒഴിച്ചു നോക്കി നല്ല കുറച്ച് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് ഇത് ജനങ്ങൾക്കും നല്ലതായിരിക്കും அப்படின்னு തോന്നിയിട്ട് ഞാൻ എല്ലാ പണിയും ചെയ്തിട്ട് വന്നപ്പോൾ 2-3 ജനങ്ങൾ ആദ്യം കയറിയപ്പോൾ പ്രത്യേകമായി നോക്കിയതാ. രണ്ടാമത് പോയി അതിനകത്ത് നല്ല തണുപ്പും ഉണ്ടല്ലോ, ഇത് അങ്ങനെ നല്ല കാര്യമായിട്ടാ. നല്ല കുറച്ച് വണ്ടിയിൽ കയറുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ട്. പണ്ട് നാങ്ക ചെറിയ പ്രായത്തിൽ താമസം ഉണ്ടായിരുന്നത് എല്ലാം ഓല കൊണ്ട് മെടഞ്ഞ വീട്ടിലാണ് നാങ്ക താമസം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ചെറിയ പ്രായത്തിലുള്ള ബുദ്ധി കൂടെ കുറച്ച് തോന്നിയതാ. അപ്പൊ ഇതിൽ നമ്മ ചെയ്ത എന്താണ് അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ചെയ്തതാ. ഈ ആളുകളൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞപ്പോ? ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. ആളുകൾക്ക് ഈ മറ്റേ വണ്ടിയെ കാട്ടിലും ഈ വണ്ടിയിൽ കയറുന്നതിൽ ഒരു പ്രത്യേക ഒരു തണുപ്പുണ്ട്. കോഴിക്കോട് എത്തിയിട്ട് ഞാൻ 35 കൊല്ലാവുണ്ട്. ഞാൻ ഒരു പ്രസ്സിലെ പണിയെടുത്ത ആളാ. അപ്പൊ ആ പണിയെടുത്ത് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഓടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നനച്ചു കൊടുക്കും, ദിവസം 3 പ്രാവശ്യം നനച്ചു കൊടുക്കും. കുറെ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് அப்படின்னு சொல்லி പറഞ്ഞിട്ടാണ് ഇരിക്കുന്നുണ്ട്. ആ ഇടയില ഞാൻ ഇതുപോലെ ചെയ്തത് ഓട്ടോക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫുള്ള് പറത്തിയിട്ടിട്ട് അതിന്റെ നെറ്റ് വെച്ച് വലിച്ചെടുത്ത് കെട്ടിയതാ. നെറ്റ് വെച്ച് വലിച്ചു കെട്ടിയതാ അല്ലേ? പിന്നെ അതിലായിട്ട് ഉള്ളിലെ ഒരു 5 ലിറ്റർ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ട്? അത് നമ്മ റബ്ബറിന്റെ സീറ്റ് പോലെ വെച്ച് തന്നെ ആ റബ്ബറിന്റെ മുകളിൽ തന്നെ ഒരു റൗണ്ട് ആയിട്ട് പേസ്റ്റ് വെച്ച് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വെള്ളം കിടക്കും. വൈക്കോൽ ഇടുന്നതിന് മുന്നേ ടോപ്പിനകത്ത് എന്ത് ചെയ്ത് നല്ല ഗ്രീസ് തടവിട്ടുണ്ട്. ഗ്രീസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു റബ്ബർ സീറ്റ് ഫുള്ളായിട്ട് വിരിച്ചിട്ടുണ്ട്. ആ റബ്ബർ സീറ്റ് മുകളിലാണ് വൈക്കോൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എക്കാർന്ന കൊണ്ടു ടോപ്പിനകത്ത് തണുപ്പ് ഇറങ്ങുള്ളൂ, വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയില്ല. ടോപ്പൊക്കെ തൊടുമ്പോഴുണ്ടല്ലോ നല്ല തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് ബീച്ചിലാണ്. നമ്മൾ ഈ കനത്ത വെയിലത്ത് നിൽക്കുമ്പോഴും ഈ ഓട്ടോയുടെ താഴെ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഒടുക്കത്തെ ബുദ്ധിയാണ് കാമരാജ് ചേട്ടൻ്റെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും വെയിലത്തിറങ്ങേണ്ട കാര്യമുണ്ട്. ഇനി 1 മാസം കൂടി നമുക്ക് ഈ ചൂടിനെ ഇങ്ങനെ സഹിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിദ്യകൾ ഉപയോഗിച്ച് ചൂടിനെ പ്രതിരോധിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.